നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ UDF-ൽ അധികാര തർക്കവും മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള ചതുരംഗക്കളിയും മുറുകുന്നു. കേരളത്തിലെ കോൺഗ്രസിൽ അപ്രതീക്ഷിതമായ നേതൃമാറ്റത്തിന് ഹൈക്കമാൻഡ് പച്ചക്കൊടി വീശിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഡൽഹി കേന്ദ്രീകരിച്ച് ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന ലഭിക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന് കനത്ത തിരിച്ചടിയാണ് ഒന്നിനു പുറകെ ഒന്നായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സതീശനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന ചില വിവാദ ഓഡിയോ ക്ലിപ്പുകൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു. പാർട്ടിക്കുള്ളിലെ എതിരാളികൾ ഈ ഓഡിയോകൾ ഹൈക്കമാൻഡിന് മുന്നിൽ ആയുധമാക്കിയതോടെ സതീശന്റെ സാധ്യതകൾ മങ്ങിയിരിക്കുകയാണ്. ഇടാൻ പറ്റുന്നവർ ഇടാന്ന് പറഞ്ഞ പേടിയായിട്ടല്ല, നമ്മൊരു സാഹചര്യം വീക്ഷിക്കണമല്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മിട്ടെന്ന് വെച്ച് വേറെ പ്രശ്നം ഉണ്ടാവില്ല, ഒന്നുമില്ല. ഇപ്പൊ ഒരു ഫോക്കസ് അതിൽ പോയേക്കാണ്. അത് ഒരു ദിവസം ഒരിക്കൽ അത് കത്തിക്കണം. അതിന്റെ ആ മൂർധന്യാവസ്ഥ കഴിഞ്ഞ അത് കഴിഞ്ഞ് നാളെ ഈ സാധനം എനിക്കിരുന്നതിന് കുഴപ്പമില്ലാണ്ടല്ലോ ഞാൻ പറഞ്ഞത്. നമ്മിങ്ങനെ ഒരാളെ എല്ലാവരും കൂടി ഇപ്പോൾ ഇന്ന് പൂഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. MLA-മാരും നിലവിലുള്ള MLA-മാരും DCC പ്രസിഡന്റുമാരും ഇലക്ഷനിൽ നിന്ന സ്ഥാനാർത്ഥികളും അത് ആ സ്ഥാനം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ആ ഒരു നിലനിൽപ്പ് നോക്കുകയാണ്. നമ്മ സപ്പോർട്ട് ചെയ്തെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം. ഇനി പുള്ളി അങ്ങനെ ആയാലെന്നുള്ളൊരു ഇതില്ല. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാഹുൽ പറഞ്ഞതാണ് കറക്റ്റ്. അതായത് കോൺഗ്രസിന്റെ സംഘടനകാരിയായ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ പുള്ളി ഇലക്ഷൻ നടക്കുന്ന ആസാമിലും ഇലക്ഷൻ നടക്കുന്ന ഈ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും പുള്ളിയുടെ സാന്നിധ്യം വേണം. കറക്റ്റാണ് പറഞ്ഞത്. പുള്ളി ഇനി ഇവിടെ ഈ സാധനം അങ്ങനത്തെ ഒരു സാധനം ചർച്ച ഉണ്ടാക്കേണ്ട കാര്യമില്ല. പുള്ളിയില്ലെന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോ പാർട്ടിയിലില്ലാത്തവരെ കൊണ്ട് ഒരു പോസ്റ്റ് അങ്ങ് ഇടിച്ചാൽ മതി. ഇയാളെ ഈ പണി ഇപ്പൊ ഇവര് പറയണത് മറ്റേ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് വിമതരെ മാറ്റി നിർത്തി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ്. മഹാരാഷ്ട്രയിലൊക്കെ AICC സെക്രട്ടറിയുടെ പണി അത് തന്നെയാണ്. ഇലക്ഷൻ കോർഡിനേറ്റ് ചെയ്യൽ തന്നെയാണ്. അത് ചെയ്യാണ്ട് കേരളത്തിലോ നടക്കെല്ലാം ഉണ്ട്. ഇപ്പൊ 2 സംസ്ഥാനങ്ങളും ഇത് കിടപ്പുണ്ട്. ഇപ്പൊ കേരളത്തിലെടുത്ത പണി മഹാരാഷ്ട്രയിലൊക്കെ എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഭരണത്തിലിരുന്നേനെ. അവിടെ ഉണ്ടായിരുന്ന ഒരു നേതാവിനെ ചാടിച്ച് വെളിയിൽ കളഞ്ഞ് അപ്പൊ എടുക്കാത്ത പണി ഇവിടെ എടുക്കണെന്നും. ഇനി രണ്ട് സ്ഥലത്ത് ഇലക്ഷൻ നടക്കണം. അവിടെ പോയി പണി എടുക്കാൻ പറയുള്ളൂ. ഈ ഓഡിയോ ക്ലിപ്പുകളിലെ പരാമർശങ്ങൾ മുന്നണിക്കുള്ളിലെ ഐക്യത്തെ ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ്. KC വേണുഗോപാലിന് അനുകൂലമായ സാഹചര്യമൊരുക്കാൻ ഈ വിവാദങ്ങൾ കാരണമായി. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ KC വേണുഗോപാലിന് പിന്നിൽ അണിനിരന്നിരിക്കുകയാണ്. ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പല പ്രമുഖ നേതാക്കളും KCയുടെ വരവിനെ സ്വാഗതം ചെയ്യുന്നു. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇത്തവണ കടുത്ത ഫിൽട്ടറിംഗ് ഏർപ്പെടുത്താനാണ് ഹൈക്കമാൻഡ് നീക്കം. 75 വയസ്സ് പിന്നിട്ട നേതാക്കളെ മന്ത്രിസഭയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി പാർട്ടിയെ അടിമുടി മാറ്റാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ മാനദണ്ഡം നടപ്പിലായാൽ പിന്നെ മുതിർന്ന നേതാക്കളുടെയും മന്ത്രിമോഹങ്ങൾ പൊലിയും. പ്രായപരിധി നിബന്ധനയിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 75 വയസ്സ് കഴിഞ്ഞു എന്ന കാരണത്താൽ തിരുവഞ്ചൂരിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. കോട്ടയം ജില്ലയിലെ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവിനെ ഒഴിവാക്കുന്നത് ജില്ലയിലെ പാർട്ടി സമവാക്യങ്ങളിലും മാറ്റമുണ്ടായേക്കാം. മറ്റൊരു പ്രമുഖ നേതാവായ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. മുഖ്യമന്ത്രി പദം ലഭിച്ചില്ലെങ്കിൽ മന്ത്രിസഭയുടെ ഭാഗമാകാൻ ചെന്നിത്തല തയ്യാറായേക്കില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനമോ അതോ ദേശീയ തലത്തിൽ മറ്റു പദവികളോ നൽകി അനുനയിപ്പിക്കാനാണ് നീക്കം. മുൻപ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ചെന്നിത്തല ഒരു ജൂനിയർ മന്ത്രിയായി തുടരുന്നത് ഉചിതമല്ലെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ പക്ഷം. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും വ്യക്തിപരമായ പിന്തുണയാണ് ഏറ്റവും വലിയ കരുത്ത്. കേരളത്തിലെ ഭരണസ്തംഭനം മാറ്റാൻ കേന്ദ്രത്തിൽ സ്വാധീനമുള്ള ഒരാൾ വേണമെന്ന വാദം KC പക്ഷം സജീവമാക്കിയിട്ടുണ്ട്. A ഗ്രൂപ്പിലെയും I ഗ്രൂപ്പിലെയും വലിയൊരു വിഭാഗം നേതാക്കൾ KCയെ പിന്തുണയ്ക്കുന്നത് സതീശൻ ക്യാമ്പിനെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. KC വേണുഗോപാൽ ഇതിനകം തന്നെ കേരളത്തിലെ പ്രമുഖ ഘടകകക്ഷി നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതായാണ് വിവരം. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് KCയുടെ നേതൃത്വത്തോട് വലിയ എതിർപ്പില്ലെന്നതും അദ്ദേഹത്തിന് ഗുണകരമാണ്. എന്നാൽ സതീശൻ പക്ഷം ഇപ്പോഴും തങ്ങളുടെ നേതാവിനായി പ്രതിരോധം തീർക്കുന്നുണ്ട്. അതേസമയം വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതിന് മുൻപേ ഇത്തരമൊരു തർക്കം നടക്കുന്നത് പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും നേതാക്കളുടെ ഈ കസേരക്കളി തിരിച്ചടിയാകുമോ എന്ന ഭയം താഴെത്തട്ടിലുണ്ട്. എന്നാൽ വിജയം ഉറപ്പാണെന്നും മെയ് 4-ന് പുതിയ സർക്കാർ അധികാരമേൽക്കുമെന്നുമാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. വകുപ്പ് വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും KC അനുകൂലികൾ രഹസ്യമായി ആരംഭിച്ചു കഴിഞ്ഞു. പ്രമുഖരായ യുവാക്കളെ ഉൾപ്പെടുത്തി ഒരു യുവമന്ത്രിസഭയാണ് KCയുടെ മനസ്സിലുള്ളത്.
ഇതുവഴി പാർട്ടിക്ക് പുതിയ ഊർജ്ജം നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സതീശൻ പക്ഷത്തെ പ്രമുഖരെ പോലും തങ്ങളുടെ കൂടെ നിർത്താൻ KC വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. VD സതീശനെ പിന്തുണച്ചിരുന്ന പല നേതാക്കളും ഇപ്പോൾ മൗനം പാലിക്കുന്നത് ശ്രദ്ധേയമാണ്. ഓഡിയോ വിവാദം ഉയർന്നതോടെ സതീശനെ പിന്തുണയ്ക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്കും ദോഷം ചെയ്യുമെന്ന് ഇവർ കരുതുന്നു. ഹൈക്കമാൻഡ് അയക്കുന്ന നിരീക്ഷകർ മെയ് 4-ന് ശേഷം MLA-മാരുടെ അഭിപ്രായം തേടുമ്പോൾ ഭൂരിപക്ഷവും KCയെ പിന്തുണയ്ക്കാനാണ് സാധ്യത. തിരുവഞ്ചൂരിനെ പോലുള്ള നേതാക്കളെ ഒഴിവാക്കുന്നത് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം. വർഷങ്ങളായി പാർട്ടിയെ നയിച്ചവരെ ഒരു സുപ്രഭാതത്തിൽ പുറത്തിരുത്തുന്നത് തെറ്റായ കീഴ്വഴക്കമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. എന്നാൽ തലമുറ മാറ്റം അനിവാര്യമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹൈക്കമാൻഡ്. രമേശ് ചെന്നിത്തലയെ ഒതുക്കാൻ നോക്കിയാൽ അത് ഗ്രൂപ്പ് ഒരു വീണ്ടും രൂക്ഷമാക്കാനിടയാകും. അതിനാൽ അദ്ദേഹത്തിന് മാന്യമായ ഒരു പദവി നൽകി ഒപ്പം നിർത്താൻ KC വേണുഗോപാൽ നേരിട്ട് ചർച്ചകൾ നടത്തിയേക്കും. ചെന്നിത്തലയുടെ അനുഭവം ഭരണത്തിന് മുതൽക്കൂട്ടാക്കണമെന്ന അഭിപ്രായവും ഒരു വിഭാഗത്തിനുണ്ട്. മെയ് 4-ന് ഉച്ചയോടെ വോട്ടെണ്ണൽ ഫലം ഏകദേശം വ്യക്തമാകും. UDF-ന് കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ ഉടൻ തന്നെ നിയമസഭാ കക്ഷിയോഗം ചേരും. ഈ യോഗത്തിൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ KC വേണുഗോപാലിന്റെ പേര് നിർദ്ദേശിക്കാനാണ് സാധ്യത. ഇതിനെ സതീശൻ പക്ഷം എതിർക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. കേരള കോൺഗ്രസിലെ ഈ അധികാര വടംവലി LDF-ന് രാഷ്ട്രീയ ആയുധമായി മാറുകയാണ്. ഭരണം കിട്ടുന്നതിന് മുൻപേ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടുന്നവരാണ് UDF എന്ന പ്രചാരണം ഇതിനകം തന്നെ CPM ആരംഭിച്ചു കഴിഞ്ഞു. എങ്കിലും മാറ്റത്തിന്റെ കാറ്റ് വീശുമെന്നും KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പുതിയ UDF സർക്കാർ അധികാരമേൽക്കുമെന്നും കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു.